വാർത്തകൾ നോക്കി വരാം അതിവേഗം. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും RSS അജണ്ട പുറത്തെടുത്ത പ്രധാനമന്ത്രി ഏക സിവിൽ നിയമം അനിവാര്യമെന്ന് മോദി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കണമെന്ന് മുഖ്യമന്ത്രി. മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി ചെറുക്കണമെന്നും മുഖ്യമന്ത്രി. ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുഞ്ചിരിമട്ടം വാസയോഗ്യമല്ലെന്ന് വിദഗ്ധ സംഘം. പുഞ്ചിരിമട്ടത്ത് ഇനിയും അപകട സാധ്യതയുണ്ടെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി. വെള്ളാർമലയിൽ ചെളിയിൽ പുതഞ്ഞ 4 ലക്ഷം രൂപ കണ്ടെത്തി. ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് പണം കണ്ടെത്തിയത്. പണം പോലീസിന് കൈമാറി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോടും വയനാട്ടിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. സമരം ചെയ്തവരെ ആക്രമിച്ച 9 പേർ കസ്റ്റഡിയിൽ. നാളെ രാജ്യവ്യാപക പ്രതിഷേധം. കേരളത്തിൽ നാളെ ഡോക്ടർമാരുടെ കരിദിനാചരണം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നാളെ. മമ്മൂട്ടിയും പൃഥ്വിരാജും അന്തിമ പട്ടികയിൽ. മികച്ച നടിയാവാൻ ഉർവശിയും പാർവതി തിരുവോത്തും. ആടുജീവിതവും കണ്ണൂർ സ്ക്വാഡും തമ്മിൽ കടുത്ത മത്സരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടുക 233 പേജുകളുടെ പകർപ്പ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകരുൾപ്പെടെ 5 പേർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകും. കായിക ലോകം ഇനി ഫുട്ബോൾ ആവേശത്തിലേക്ക്. സ്പാനിഷ് ലീഗിന് ഇന്ന് തുടക്കം. യുവേഫ സൂപ്പർ കപ്പ്. റയൽ മാഡ്രിഡിന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നാളെ തുടങ്ങും. കൊച്ചിയിൽ കടയിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ചു. പാലാരിവട്ടം ആലിൻചോടുള്ള ടീ ഷോപ്പിലാണ് ആക്രമണം. മദ്യപിച്ചെത്തിയ ആളാണ് ആക്രമണം നടത്തിയത്. എൻ രാജന്റെ തെരഞ്ഞെടുത്ത കഥകൾ തൃശൂരിൽ പ്രകാശനം ചെയ്തു. പ്രകാശനം നിർവഹിച്ച സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ. അശോകൻ ചെരുവിൽ പുസ്തകം ഏറ്റുവാങ്ങി. പച്ചക്കറിത്തോട്ടത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച കർഷകർ. സ്വാതന്ത്ര്യദിനാഘോഷം ചേർത്തല തെക്ക് തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രത്തിൽ. പതാക ഉയർത്തി മന്ത്രി പി പ്രസാദ്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയോട് അനാദരവ് കാണിച്ചെന്ന് വിമർശനം. പ്രോട്ടോകോൾ പ്രകാരം ഇരിപ്പിടം നൽകാത്തതിലാണ് വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി പോലീസ്. തിരുനെൽവേലിയിലെ വീട്ടിൽ നിന്നാണ് മുഹമ്മദ് ഉമറിനെ കണ്ടെത്തിയത്. സ്വർണം പൊട്ടികൾ സംഘമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് യുവാവിന്റെ മൊഴി.
ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം സമ്മാനിച്ചു. കൈരളി TV ന്യൂസ് എഡിറ്റർ PV കുട്ടൻ മന്ത്രി AK ശശീന്ദ്രനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഭീകര പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മ ദിനമാണിന്ന്. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് 6 വർഷം മുൻപത്തെ പ്രളയത്തിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മയെത്തുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സ്നേഹത്തിന്റെ സംഗീത സ്പർശവുമായി സംഗീത ആൽബം. ഹൃദയമേ എന്ന് പേരിട്ട സംഗീത ആൽബത്തിന്റെ വീഡിയോ പ്രകാശനം കോഴിക്കോട് ജില്ലാ കളക്ടർ നിർവഹിച്ചു. ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് ഭിന്നതയിൽ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് DCC പ്രസിഡന്റ് CP മാത്യു. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ഇടുക്കിയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ ലീഗ് നോക്കട്ടെന്ന് CP മാത്യു. കൊല്ലം ജില്ലയിലെ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയ പൂർണ്ണ വിജയം. കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ റോബോട്ട് ചെയ്തത് NS സഹകരണ ആശുപത്രിയിൽ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് KSKTUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോഴിക്കോട് പെരുമണ്ണ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപക 8.5 ലക്ഷം രൂപ ബാങ്ക് അധികൃതർ തട്ടിയെടുത്തതായാണ് സഫിയയുടെ പരാതി. പുസ്തകങ്ങൾക്കായി ഒരു ലോൺ സംവിധാനമൊരുക്കി മട്ടാഞ്ചേരി സ്വദേശി കോയമണിയും കൂട്ടുകാരും. ഉപരിപഠനത്തിനായി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലോണായി നൽകും. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. കാട്ടാക്കട തൂങ്ങാമ്പാറ ഉഷാകുമാരിയാണ് മരിച്ചത്. വീട്ടിൽ വിളക്കിൽ എണ്ണ ഒഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ തീ പടരുകയായിരുന്നു. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പരിപാടി MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. പെരുമ്പാവൂർ വാഴക്കുളത്ത് കഞ്ചാവ് വേട്ട. 70 കിലോയോളം കഞ്ചാവ് പിടികൂടി പോലീസ്. ഒറീസ സ്വദേശികളായ 5 പേർ അറസ്റ്റിൽ. ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. എറണാകുളം വൈറ്റിലയിലെ ഹോട്ടലിനെതിരായ UDF കൗൺസിലർ സുനിത ഡിക്സന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാര വ്യവസായി സമിതി. വൈറ്റില ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ വ്യാപാര വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം KK ആസാദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന മീറ്റിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ഓഫീസ് പ്രവർത്തിക്കുക എരഞ്ഞിപ്പാലം നായനാർ ബാലിക സദനത്തിൽ. കേരള ഫയർ സർവീസ് അസോസിയേഷൻ ജീവനക്കാരിൽ നിന്ന് സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 7,26,450 രൂപയാണ് കൈമാറിയത്.
കാലിക്കറ്റ് ഓർഫനേജ് ALP സ്കൂളിലെ കുട്ടികൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി ക്ലാസ് ലീഡർമാർ. സ്കൂൾ ലീഡർ അനഫിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് തുക കൈമാറിയത്. ബിജു മേനോൻ മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രം കഥ ഇന്നുവരെയുടെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്ത്. വിഷ്ണു മോഹനാണ് ചിത്രത്തിന്റെ സംവിധാനം. ചിത്രത്തിൽ മേതിൽ ദേവികയാണ് നായിക. സംസ്ഥാന പാതയോരത്ത് കാർ കത്തി നശിച്ചു. ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കറുത്ത പറമ്പിലാണ് സംഭവം. മുക്കം ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിദ്യാർത്ഥിനികൾ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിൽ ഇടപഴകരുതെന്ന വിവാദ നിർദ്ദേശം പിൻവലിച്ച് അസം മെഡിക്കൽ കോളേജ്. കൊൽക്കത്ത ആശുപത്രിയിൽ വനിതാ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തെ മുൻനിർത്തി മുൻകരുതലെന്ന നിലയ്ക്കാണ് ഉത്തരവിറക്കിയത്. വലിയ തോതിൽ വിമർശിക്കപ്പെട്ടതോടെയാണ് നിർദ്ദേശം പിൻവലിക്കാൻ അധികൃതർ തയ്യാറായതെന്ന് റിപ്പോർട്ട്. ധാതുസമ്പത്തിന് നികുതി ഈടാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തിന് വിധി പ്രസ്താവം നടന്ന ദിവസത്തിന് ശേഷമേ പ്രാബല്യമുള്ളൂ എന്ന വാദം തള്ളി സുപ്രീം കോടതി. ഏപ്രിൽ മുതലുള്ള നികുതി കുടിശ്ശിക സംസ്ഥാനങ്ങൾക്ക് പിരിക്കാമെന്ന് സുപ്രീം കോടതി. ബംഗളൂരുവിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യർത്ഥനയുമായി യുവതി. ഭർത്താവ് വിപിൻ ഗുപ്തയെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യുവതി ഫേസ്ബുക്കിൽ ലൈവ് പങ്കിട്ടത്. FIR ഫയൽ ചെയ്തിട്ടും കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ആരോപണം. മനു അഭിഷേക് സിഗ്വിയെ തെലങ്കാനയിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ അംഗീകാരത്തോടെ KC വേണുഗോപാലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വനിതാ ഡോക്ടറുടെ കൊലപാതകം ഇരയ്ക്ക് നീതി നൽകുന്നതിന് പകരം പ്രതിയെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. മെഡിക്കൽ സ്ഥാപനങ്ങളിലെ സുരക്ഷാ നടപടിയെയും ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകളിലെ 50 ലക്ഷം രൂപയുടെ വിളക്കുകൾ മോഷണം പോയി. നഷ്ടപ്പെട്ടത് 800 മുള വിളക്കുകളും 36 പ്രൊജക്ടർ ലൈറ്റുകളും. ഏകദേശം 50 ലക്ഷം രൂപയിലേറെ വില മതിക്കുന്ന വിളക്കുകളാണെന്ന് വിവരം. ക്ഷേത്രോത്സവത്തിൽ ആചാരത്തിന്റെ ഭാഗമായി അഗ്നികുണ്ഡത്തിലൂടെ നടക്കുന്നതിനിടെ കാലിടറി വീണ ബാലന് പൊള്ളലേറ്റു. ചെന്നൈയിലാണ് സംഭവം. കുട്ടിയെ കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS നേതാക്കൾ എഴുതിയ 88 പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനത്തെ സ്വകാര്യ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി മധ്യപ്രദേശ് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വീരേന്ദ്ര ശുക്ല കോളേജ് പ്രിൻസിപ്പൽമാർക്ക് അയച്ച കത്തിലാണ് വിവാദ നിർദ്ദേശം. പാമ്പ് കാരണം അമേരിക്കയിൽ ഇരുട്ടിലായത് 11,700 വൈദ്യുതി ഉപയോക്താക്കൾ. വെനസ്വേലയിലാണ് സംഭവം. ഉയർന്ന വോൾട്ടേജുള്ള ട്രാൻസ്ഫോർമറിൽ പാമ്പ് കയറിയതോടെയാണ് വലിയ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടമായത്. ഇറാൻ പുതിയ പ്രസിഡന്റ് മസൂദ് പെസക്ഷ്യാനുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് ഷരീഫ് രാജിവെച്ചു. രാജിയുടെ പ്രധാന കാരണം സൂദ് പെസക്ഷ്യൻ നിർദ്ദേശിച്ച 19 അംഗ മന്ത്രിസഭയിലുള്ള നിരാശ. ഗാസയിൽ കടന്നാക്രമണം രൂക്ഷമായി തുടരവെ വെസ്റ്റ് ബാങ്കിൽ നിന്നും പ്രകോപനം സൃഷ്ടിച്ച് ഇസ്രയേൽ. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മൂന്നാമത്തെ ഇടമാണ് അൽ അഖ്സ.
സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഒമാനിൽ വീണ്ടും വിസ നിയന്ത്രണം. 13 തൊഴിൽ മേഖലയിൽ 6 മാസത്തേക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കി. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ആഫ്രിക്കയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. രക്ഷാസമിതിയിൽ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്ഥിരാംഗത്വം. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാരമേറിയ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന യുവാവാണ് ഖാലിദ് ബിൻ മൊഹ്സെൻ ഷാരി. 610 കിലോഗ്രാം ഭാരത്തിൽ നിന്ന് 63.5 കിലോയിലേക്ക് എത്തിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഖാലിദ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമല ഹാരിസിന്റെ പ്രചാരണം ഹാക്ക് ചെയ്യാൻ ശ്രമമെന്ന് FBI. കമല ഹാരിസിന്റെ പ്രചാരണ സംഘത്തെ വിദേശ ഹാക്കിംഗ് സംഘങ്ങൾ ലക്ഷ്യമിട്ടുള്ളതായി റിപ്പോർട്ട്. $2,000 കോടി ആയുധങ്ങൾ ഇസ്രയേലിന് കൈമാറാനുള്ള വിൽപ്പന കരാറിൽ ഒപ്പിട്ട് അമേരിക്ക. പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. പുടിന് വൻ തിരിച്ചടി. 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം പിടിച്ചെടുത്ത് യുക്രൈൻ സൈന്യം. യുക്രൈൻ പ്രസിഡന്റും സൈനിക മേധാവിയും തിങ്കളാഴ്ചയാണ് ഇതു സംബന്ധിച്ച ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തിയത്. GCCയിലെ അവയവദാന രംഗത്ത് അപൂർവ വിജയഗാഥ. മെഡിക്കൽ സിറ്റിയിലെ സൂപ്പർ അർജന്റ് കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ച് 43-കാരിയായ UAE നിവാസി. ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് പെഴ്സിയഡ് ഉൽക്കാവർഷം. ഷാർജ മലീഹയിലെ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പിൽ ഉൽക്കമഴ നേരിൽ കണ്ടത് നിരവധി ആളുകൾ. UAEയിലെ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ട് അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ആൻഡ് സെന്റർ ഗ്രാജുവേറ്റ്സ്. ബോധവൽക്കരണ ക്യാമ്പയിൻ 2 മാസം നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദുബായിലെ പുതിയ സാലിക് ഗേറ്റുകൾ നവംബർ അവസാനത്തോടെ പ്രവർത്തന സജ്ജമാകും. 2 ഗേറ്റുകളുടെയും നിർമ്മാണം പൂർത്തിയായി. ഇതോടെ എമിറേറ്റിലെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 10 ആകും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി ഇന്ന് തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിൽ ബേസിൽ ജോസഫ്, നിഖില വിമൽ, ഗ്രേസ് ആന്റണി എന്നിവർ പ്രധാന വേഷത്തിൽ. KR കൃഷ്ണകുമാറാണ് ചിത്രത്തിന്റെ തിരക്കഥ. കങ്കനയുടെ സംവിധാനത്തിൽ എമർജൻസി എന്ന ചിത്രം എത്തുന്നു. സെപ്റ്റംബർ 6-ന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ ഇന്ദിരാഗാന്ധിയായാണ് കങ്കണ എത്തുന്നത്. മലയാളി താരം വിശാഖ് നായരും പ്രധാന വേഷത്തിൽ. വാഴ ബയോപിക് ഓഫ് എ മില്യൺ ബോയ്സ് എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ സംവിധായകനായ വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോനാണ് ചിത്രത്തിന്റെ സംവിധാനം. തമിഴ്നാട്ടിൽ തങ്കലാൻ അഡ്വാൻസായി 4 കോടി രൂപയിലധികം റിലീസിന് നേടിയെന്ന് റിപ്പോർട്ട്. വിക്രം നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് തങ്കലാൻ. സ്റ്റുഡിയോ ഗ്രീനിന്റെയും നീലം പ്രൊഡക്ഷന്റെയും ബാനറിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ജയിലറിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിടാനൊരുങ്ങി അണിയറ പ്രവർത്തകർ. മേക്കിംഗ് വീഡിയോ പുറത്തുവിടുക സൺ നെക്സ്റ്റിലൂടെ.
ജയിലർ അൺലോക്ക്ഡ് എന്ന പേരിൽ സീരീസ് മറ്റന്നാൾ പുറത്തുവിടുമെന്നാണ് വിവരം. ദിവസം പൂർത്തിയാക്കി പ്രദർശനം അവസാനിപ്പിക്കാനൊരുങ്ങി തലവൻ. ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് മികച്ച പ്രതികരണം. 6 കോടിയാണ് തലവൻ നേടിയതെന്ന് അണിയറ പ്രവർത്തകർ. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് ബിജു മേനോനും ആസിഫ് അലിയും. ധനുഷിന്റെ കരിയറിലെ ആദ്യ 150 കോടി ക്ലബ് ചിത്രമായി രായൻ. സ്വന്തം സംവിധാനത്തിലെത്തിയ ചിത്രം ഈ വർഷം 150 കോടി ക്ലബിലെത്തുന്ന ആദ്യ തമിഴ് ചിത്രമായി. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയത് 70 കോടി.